തൻ്റെ പെട്ടിയും അവരുടെ കയ്യിൽ തന്നെയുണ്ടായിരുന്നു. തിരമാലകൾ തള്ളി തള്ളി ആ പലക കഷ്ണത്തോടൊപ്പം ആസുറ ബീവി കരയിലേക്കെത്തി. ബീവി സർവശക്തനായ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് കരയ്ക്കിറങ്ങി. അവർ തൻ്റെ വസ്ത്രങ്ങളെല്ലാം വിജനമായ ആ സ്ഥലത്ത് അഴിച്ചുവെച്ച് ദേഹത്ത് പറ്റിപ്പിടിച്ചിരുന്ന ഉപ്പുവെള്ളം തുടച്ചു നീക്കി. പെട്ടിയിൽ വാങ്ങി സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ പുറത്തെടുത്തു. അത്ഭുതം! ആ പെട്ടിയിൽ കോട്ടും സൂട്ടും തലയിൽ കെട്ടുമെല്ലാം. ബീവി നടുങ്ങി. ഇതെല്ലാം ആ കപ്പിത്താൻ്റെതാണല്ലോ. എന്തായാലും അടുത്ത വസ്ത്രം വാങ്ങുന്നത് വരെ ഇതു തന്നെ ധരിക്കാം. അള്ളാഹുവെ, കാബാലികമാരുടെ കരങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ഈ അവിവേകം എന്നോട് നീ പൊറുക്കണമേ. ആസുറ ബീവി മനം നൊന്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ആസുറ ബീവി പുരുഷന്റെ വേഷം ധരിച്ചു നടന്നു. മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന ഭയത്തോടെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയില്ല. അവസാനം യമൻ രാജ്യത്താണ് താൻ എത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. അവിടെ കണ്ട നിസ്കാര പള്ളിയുടെ അടുത്തേക്ക് നടന്നു.